നരേന്ദ്രമോദിയെയും ഇന്ത്യയും കുറ്റം പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യക്കുണ്ട്. അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, ഒരു UAE അംബാസിഡർ പറയുകയാണ്, മോദിയുടെ ഒരൊറ്റ കോള് മതി, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതോടെ അവസാനിക്കും, യുദ്ധവും നിൽക്കും. പറയുന്നത് UAEയുടെ അംബാസിഡർ ആണ് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കേട്ടപ്പോൾ നമുക്ക് തന്നെ അഭിമാനം തോന്നുകയാണ്. അതായത് ഇന്ത്യ മഹത്തായ ഒരു രാജ്യമാണ്, ഇന്ത്യയുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്, അത് മറ്റൊരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. ലോക നേതാക്കൾക്കിടയിൽ മോദിയുടെ സ്വാധീനം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നതിലും ഇരട്ടിയാണ്. ഒരു UAE അംബാസിഡർ പറയുകയാണ്. അതുകൊണ്ട് ആ മോദി ഇതിൽ ഇടപെടണം, ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ നരേന്ദ്രമോദി ഇടപെടണം. നരേന്ദ്രമോദിക്ക് ഇസ്രായേലിനുമായും അതോടൊപ്പം തന്നെ ഇറാനുമായും വളരെ അടുത്ത സൗഹൃദമാണുള്ളത് എന്ന്. എങ്ങനെ കാണാം നമുക്കിതിനെ? അല്ലാതെ മനസ്സിലാവാത്ത കുറേ ആൾക്കാർ നമ്മുടെ ഇന്ത്യക്കകത്തുള്ളൂ. നമ്മുടെ ഓരോ ഈ മോദിയുടെ കാര്യം പറഞ്ഞിടുമ്പോൾ ഇതിൻ്റെ കീഴിലുള്ള കമൻറ്റ് കണ്ടില്ലേ. പിന്നെ ഇപ്പം ഇന്ത്യക്കാർ ഇപ്പം ആശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മോദിയെ ഭരിക്കുന്നത് ട്രംപാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ അവരുടെ ആശ്വാസം മാത്രമാണ്. ലോകത്തിൻ്റെ, ഞാൻ എപ്പോഴും പറയത്തില്ല, ലോകത്തിൻ്റെ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തു പറയുന്നു എന്നതിനെ ആശ്രയിച്ച് ലോകം മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഇതിനെയൊക്കെ മറികടക്കാൻ പലവട്ടം ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന അമേരിക്ക പോലും നമ്മളുടെ അടുത്ത് ലോകത്തെ നിയന്ത്രിക്കാൻ, അമേരിക്കയെ രക്ഷിക്കാൻ അത്തരത്തിൽ ഒരു അമേരിക്കയുടെ പ്രധാന അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കടമയാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ബാധ്യത മാറ്റി ആ രാജ്യത്തെ കരകയറ്റുക എന്നുള്ള, അയാളെ കുറ്റം പറയാനൊക്കെ അയാൾ അതിന് താരിഫ് ഉപയോഗിച്ചു. അപ്പം ആ താരിഫ് എന്ന് പറയുന്നത് അയാൾക്ക് വേണ്ടപ്പെട്ട രാജ്യമായണൊക്കെ പോലും ഇന്ത്യയുടെ അടുത്ത് പോലും ആ നിലപാടെടുക്കുന്നു. അമേരിക്കയുടെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം കീഴ്പ്പെടുന്ന നോക്കി ഇന്ത്യ എടുത്തു. പക്ഷേ ഇന്ത്യ തിരിച്ചെടുത്ത നിലപാടിനകത്ത് അയാളുടെ കയ്യിൽ നിന്ന് ലോകം കൈവിട്ടുപോയി. മനസ്സിലായോ? അയാളുടെ കയ്യിൽ നിന്ന് ലോകം കൈവിട്ടുപോയി. അയാളുടെ കൂടെ നിന്നവരൊക്കെ അയാളുടെ കയ്യിൽ നിന്ന് പോയി. അവസാനം അയാൾ പോലും ഇന്ത്യയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഭാഗമാകുന്ന രീതിയിൽ പല കാര്യങ്ങളും ഉരുത്തിരിക്കേണ്ടി വന്നു. ഇപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിനകത്ത് ഇറാൻ നമ്മുടെ സുഹൃത്താണ്, ഇസ്രായേൽ നമ്മുടെ ആത്മസുഹൃത്തുമാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്നാലും ഇറാന്റെ പരമാധികാരത്തിൽ കയറുന്നതിനകത്തൊന്ന് ആലോചിച്ചുകൂടാ എന്ന് ആദ്യം സംസാരിച്ചായിരുന്നു. ഇപ്പം അവിടെ നിന്ന് ഫോർമൂസ് കടലൊടുക്കിൽ ചൈനയുടെ മാത്രം യുദ്ധവും അല്ലെങ്കിൽ കപ്പലുകൾ കടത്തിവിട്ടാൽ മതിയെന്ന് പറഞ്ഞിടത്ത് റഷ്യയുടെയും ഇന്ത്യയുടെയും കൂടി ആയിക്കൂടായോ, അല്ലെങ്കിൽ റഷ്യയുടെ കടത്തിവിടാം, അല്ലെങ്കിൽ ഇന്ത്യയുടേതും കൂടെ അനുവദിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ തീരുമാനം നമുക്കറിയത്തില്ല, അത് മിക്കവാറും അങ്ങനെ ഉണ്ടാകും. അപ്പം ഈ യുദ്ധത്തിന് മുമ്പ് നമ്മൾ കണ്ടതാണ്, ഇസ്രായേൽ പോയി അദ്ദേഹം ഒരു ഇറക്കം ഇറങ്ങി. അതിന് ശേഷമാണ് യുദ്ധം തുടങ്ങിയത്. യുദ്ധം തുടങ്ങാൻ അവർ തീരുമാനിച്ചിരുന്നതല്ല. ഇസ്രായേൽ പോയി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇറങ്ങിയതിന് ശേഷം തിരിച്ചു കയറി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്ന് സുരക്ഷിതമായിട്ട് ഇറങ്ങി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാണല്ലോ യുദ്ധം തുടങ്ങിയത്. അദ്ദേഹം അവിടുന്ന് ഇറങ്ങുന്നതിന് ലോകത്തിന്റെ മുമ്പിൽ ഒരു താക്കീത്, ഇന്ത്യക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഈ യുദ്ധം ഇസ്രായേലും അമേരിക്കയും കൂടെ തുടങ്ങാൻ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്നു എന്ന് കഴിയുമ്പോൾ അതിനകത്ത് ഇടപെടുന്നതിന് പലരും ഇടപെടുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരെങ്കിലും ഇടപെട്ടോ? ഇറാൻ ഇടപെടേണ്ടതായിട്ടുണ്ട്, ഇറാന്റെ അനുകൂലമായിട്ട് റഷ്യ ഇടപെടേണ്ടതായിട്ടുണ്ട്, ചൈന ഇടപെടേണ്ടത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേ, ഇടപെട്ടിട്ടില്ലല്ലോ. അപ്പൊ ഇടപെടുന്നതിന് മുമ്പ് പലവട്ടം ഈ പറയുന്ന ഇന്ത്യയോട് ആലോചിക്കേണ്ടി വരും, ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ആലോചിക്കേണ്ടി വരും. ലോകരാജ്യങ്ങൾ മുഴുവൻ പറയുന്നത് ഇന്ത്യ ഇടപെടണം, ഇന്ത്യ ഇടപെടണം, ഇന്ത്യ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു, ഇന്ത്യ എന്തുകൊണ്ട്, അത് ആരോപണമായിട്ട് വിവാദമായിട്ട് ഇവർ പറയുന്നതല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെട്ടാൽ ഇതിനൊരു അവസാനം കാണാം എന്ന് GCC രാജ്യങ്ങളടക്കം പറയുന്നുണ്ട്. അങ്ങനെയാണ് അവർ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. നരേന്ദ്രമോദി ഇടപെടട്ടെ, ഇന്ത്യ പറയട്ടെ എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഇത്രയും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ UAE സ്ഥാനപതി ഹുസൈൻ ഹസൻ മിർസ അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളാരും വിചാരിക്കുന്ന ആളല്ല. ജിയോ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ സ്ഥാനം, അല്ലെങ്കിൽ നയതന്ത്രത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ, അപ്പം അതിനകത്ത് ആര് വിചാരിച്ചാലും തീരത്തില്ല. പക്ഷേ ഒരു ഫോൺ കോൾ ഈ രണ്ട് രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ അടുത്ത് നരേന്ദ്രമോദി നേരിട്ട് യുദ്ധം തീർക്കുന്ന കാര്യത്തിന് വേണ്ടി പറഞ്ഞാൽ, ഇടപെട്ടാൽ അത് മാന്യമായിട്ട് തീരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും, അല്ലെങ്കിൽ അത്തരത്തിലാകും. അതിന് അദ്ദേഹം ഇടപെടും എന്ന് വിചാരിക്കുന്നു. ഇടപെടുന്നതായിരിക്കും ലോകത്തിന് നല്ലതെന്നുള്ള. അപ്പം നമ്മൾ ഇതിനകത്ത് ഏത് രീതിയിലുള്ള, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഉള്ള മാനസികാവസ്ഥയിലാണ്, ആരുടെ കൂടെ ഇടപെടും, അല്ലെങ്കിൽ ആരോട് ഇത് പറയും എന്നുള്ളതൊക്കെ നമ്മുടെ ജിയോ പൊളിറ്റിക്സ് ആണ്, നമ്മുടെ തീരുമാനമാണ്. കാരണം ഹമാസ് എന്ന് പറയുന്നവനെ
പാലൂട്ടി, നമ്മുടെ സുഹൃത്താണെന്ന് പറയും, പാലൂട്ടി വളർത്തുന്ന ഈ പറഞ്ഞ ഇറാൻ, ഹിസ്ബുള്ളയെ പാലൂട്ടുന്നു, ഹൂത്തികളെ പാലൂട്ടുന്നു, ലോകത്തിന് ത്രെട്ടായിട്ട് ലോകത്തെ വെല്ലുവിളിച്ച് നിൽക്കുന്ന മാനസികാവസ്ഥയുള്ള ഇറാൻ. അപ്പം തീവ്രവാദികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഇറാൻ അപ്പം അത് നമ്മുടെ സുഹൃത്താണ്. നമ്മൾ പറയുന്നിടത്തേക്ക് ഇപ്പം ഈ അഫ്ഗാനിസ്ഥാൻ നമ്മുടെ സുഹൃത്ത്, അഫ്ഗാനിസ്ഥാനിൽ ഭരിക്കുന്ന ഇവര് താലിബാൻകാരും മോശമാണോ? അല്ല, അവരെ ഭീകരവാദികളും ലോകം മൊത്തം പ്രഖ്യാപിച്ചു. പക്ഷെ നമ്മുടെ വരുതിക്ക് നിൽക്കുന്നു പറഞ്ഞിട്ട് അവര് ഭീകരവാദികളല്ലാതാവുന്നില്ലല്ലോ. അവരുടെ മാനസികാവസ്ഥയ്ക്കും അവരുടെ രീതിക്കും സ്വഭാവത്തിനും വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഇസ്രായേലിന്റെ ഭാഗം, ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തൊരു രാജ്യത്തെ നശിപ്പിക്കുമെന്ന് അവർ പറയുന്നില്ല. ഇസ്രായേലിന്റെ തത്വം എന്ന് പറഞ്ഞാൽ അവരെ ആക്രമിച്ചാൽ അവർ തിരിച്ചാക്രമിക്കും, അവരെ കടന്നു കയറിയാൽ അവർ തിരിച്ചാക്രമിക്കും, അവരുടെ രാജ്യത്തിന് നിലനിൽപ്പിന് വേണ്ടി അവരെന്തും ചെയ്യും. അവരൊരു ലോകത്തെ നശിപ്പിക്കണമെന്ന് പറയും. ഇവിടെയും തന്നെ റെജീം ചേഞ്ച് അല്ലേ അവർ പറയുന്നത്. കാരണം ഈ റെജീം ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറാൻ പഴയ ഇറാൻ ആവണം, ഇറാൻ പഴയ ജനാധിപത്യ രാജ്യമാണോ, ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു ഇറാൻ ഉണ്ടായിരുന്ന, യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂടെ നിന്ന് ഭരിച്ചിരുന്ന ഒരു ഇറാൻ 77 മുമ്പേ ഉണ്ടായിരുന്നു. ആ ഇറാൻ ഭരണം, ആ ഇറാൻ ഞങ്ങളുടെ സുഹൃത്താണ്. അപ്പോൾ അവിടെ തീർന്നു. ഇവിടുത്തെ റെജീം ചേഞ്ചിന്റെ പ്രശ്നമേ ഇറാൻ പറയുന്നുള്ളൂ, പക്ഷേ ഇസ്രായേൽ പറയുന്നുള്ളൂ. പക്ഷേ ഇറാൻ അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഇറാന്റെ ഇപ്പോഴത്തെ ഭരണാധികാരികൾ പറയുന്നത് തീർക്കണം. അല്ലെ, അത് കാണാനില്ല, അത് ഇസ്രായേൽ പറഞ്ഞല്ലോ അതിന് വേണ്ടി ദിവസം കാണത്തില്ലെന്ന്. അപ്പൊ അതിനെപ്പറ്റി പിന്നെ നമ്മളത് ചർച്ച ചെയ്തപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഇസ്രായേലിന് അറിയാം. വ്യക്തത വരുത്തി രണ്ടുപേരും പറയേണ്ടി വരും. ഏതായാലും മിസ്സിംഗ് ആണ്. അപ്പൊ ഞാനതല്ല പറഞ്ഞേ, അവർക്ക് ഇറാനോടല്ല, ഇറാൻ ഇപ്പം നയിച്ചുകൊണ്ടു പോകുന്ന ഭരണാധികാരികളുടെ മാനസികാവസ്ഥയും താല്പര്യവും അല്ലെങ്കിൽ അത് ഇസ്രായേലിനെതിരാണ്. അപ്പം അതുകൊണ്ടാണ് എതിരെ. അപ്പം ലോകത്ത് ഇസ്രായേൽ ഒരു രാജ്യത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇസ്രായേലിനെ ഉപദ്രവിച്ചിട്ടുള്ളവരെ ഇസ്രായേൽ അടിക്കും. അത് നമ്മുടെ കൂട്ടം ഒന്നുള്ളതല്ല. അതിനകത്ത് അവർക്ക് ബോധ്യം വന്നാൽ ആരെയും ബോധ്യപ്പെടുത്താതിരിക്കും. നമ്മളിപ്പം ഈ കഴിഞ്ഞ ദിവസവും ഡൽഹി സ്ഫോടനത്തിനകത്ത് നമുക്ക് അറിയാമെങ്കിലും നമുക്ക് അതിന് തെളിവുകൾ ശേഖരിച്ച് നമ്മൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാം, നമ്മൾ മര്യാദാ പുരുഷോത്തമന, രാമന്റെ രാജ്യം. അപ്പം ആ രീതിയുണ്ട് നമ്മൾ. പക്ഷെ നമ്മളും പറയുന്നുണ്ട്, ഒരു രാജ്യത്തിനകത്ത് കടന്നു കയറിയുള്ള ഭീകരവാദത്തെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മൾക്ക് ഈ പറയുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലിട്ട് ഒരു രാജ്യം കടന്നു കയറുന്നതിനകത്ത് അഭിപ്രായമില്ല. സമാധാനമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഭീകരവാദത്തെ ഏതെങ്കിലും രാജ്യത്തിന് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ നേരിടേണ്ടി വന്നാൽ ആ രാജ്യം തിരിച്ചടിക്കുന്ന രാജ്യത്തിൻ്റെ കൂടെ തന്നെയായിരിക്കും നമ്മൾ. ഇപ്പം നമ്മൾ ഇസ്രായേലിൻ്റെ കൂടെ അല്ലേ. അപ്പം ഇതിനകത്ത് ഇടപെടുന്നതിനകത്ത് കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ ഇടപെട്ടാൽ തീരുമെന്ന് ലോകം പറയുന്നു, GCC വിചാരിക്കുന്നു, ഇസ്രായേൽ ഒരുപക്ഷെ ഇറാൻ വിചാരിക്കുന്നു. ഇസ്രായേലിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞുകൂടെ, അല്ലെ ഇതിനകത്തൊന്ന് ഇടപെട്ടുകൂടെ എന്നുള്ള രീതിയിലേക്ക് കാര്യം. ട്രംപിനെയൊക്കെ അവരാരും വകവയ്ക്കുന്നില്ല. അല്ലെങ്കിൽ ട്രംപിൻ്റെ കാര്യത്തിനകത്ത് പഴയ വിലയും കാര്യങ്ങളും ഒന്നുമില്ല. അല്ലെങ്കിൽ ട്രംപ് ഇപ്പം നിർത്തത്തില്ലെന്ന് പറഞ്ഞാലും അതിനകത്ത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ യുദ്ധത്തിനകത്ത് ഇന്ത്യ കയറി അങ്ങ് ഇടപെടുവാന്ന് ചോദിച്ചാൽ സാങ്കല്പികമായിട്ട് എവിടെ ആവും? ഇറാൻ അനുകൂലമായിട്ട് ഇന്ത്യ അങ്ങ് ഇടപെടുന്ന ഒരവസ്ഥ വന്നേ, വലഞ്ഞില്ലേ, പിന്നെ ഘോര യുദ്ധമാകത്തില്ലേ? ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത രാജ്യത്തിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ വരുന്ന ഒരു രാജ്യമില്ലേ ഇന്ത്യ മഹാരാജ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അമേരിക്കയ്ക്ക് പോലും ഇന്ത്യ ഭയക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ എന്തൊക്കെ ഉണ്ടെന്നോ, ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശക്തിയോ ഒന്നും വെളിയിൽ കാണിച്ചതുപോലെ അല്ല അവരിപ്പോൾ ധരിക്കുന്നത്. അവർക്കാർക്കും അറിയാൻ പറ്റാത്ത ഒരു ഇന്ത്യയാണ്. ലോകത്ത് ഒരു രാജ്യത്തിനും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഇന്ത്യയാണ്. ഇന്ത്യക്കകത്ത് എന്തൊക്കെയുണ്ട്, ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെപ്പറ്റി പണ്ട് നിസ്സാരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ലോകത്തെ നിയന്ത്രിക്കുന്ന, ലോകം ഭയക്കുന്ന, ഏറ്റവും വലിയ ആയുധ സംവിധാനമുള്ള, ഏറ്റവും കൂടുതൽ രഹസ്യായുധങ്ങളുള്ള, ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമുള്ള ഒരു ഇന്ത്യ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ലോകം പറയുന്നത് ഒരു ഫോൺ കോൾ മതി, ഈ യുദ്ധം നിൽക്കും. ഒരു ഫോൺ കോൾ ഈ ഇറാൻ്റെയും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയും വേണ്ടപ്പെട്ടവരടുത്ത് സംസാരിച്ചാൽ, ഇടപെട്ടാൽ തീരുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പുടിൻ ഇടപെട്ടു അല്ലെങ്കിൽ, പക്ഷേ അതിനൊക്കെ അപ്പുറമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ റേഞ്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ റേഞ്ച്. അത് ലോകം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇടപെടുന്നതിനകത്ത് നമ്മുടെ ഒരു ന്യായവും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നിലനിൽപ്പും രാജ്യത്തിൻ്റെ മുന്നോട്ടൊരു പോക്കും ഒക്കെ ഉണ്ട്. അത് ഒക്കെ നോക്കിയേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ത് കാര്യത്തിലും ഇടപെടും.